ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇനി ആരും ലഡു ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ മോത്തിച്ചൂർ ലഡുവിൻ്റെ അതേ ടെക്സ്ചറിൽ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കടലപ്പരിപ്പും കൊണ്ട് ഒരു അടിപൊളി ലഡു തയ്യാറാക്കാം. സോ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ലഡു തയ്യാറാക്കാനായി ഞാൻ ഇവിടെ കടലപ്പരിപ്പ് ഒരു കപ്പ് നമ്മുടെ വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുതിർത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് വെള്ളം വാർന്ന് ഇതുപോലെ ഒന്ന് വേറെ പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ബൗളിലോട്ടോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി എടുക്കാം. കടായിലോട്ട് 1 ടേബിൾ സ്പൂണ് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വാർന്ന് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരിപ്പ് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഈ ഒരു നെയ്യിൽ തന്നെ നന്നായിട്ട് ഈ ഒരു കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. നോക്കിക്കൊരു ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ലൈറ്റായിട്ട് അധികം ഒന്ന് പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരി ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നോക്കിക്കോളൂ, ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടാവും. എന്നാലും നന്നായിട്ടൊന്ന് പൊടിയും ആയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ബാക്കിയുള്ള പരിപ്പെല്ലാം ഇതുപോലെ തന്നെ പൊടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കടായാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്കിത് ചേർത്തെടുക്കാം. ഇത് കട്ടൻ നെയ്യ് ആയതുകൊണ്ട് ഞാൻ 1 ടേബിളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് വാട്ടർമെലൺ സീഡ്സ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ആ ഒരു വാട്ടർമെലൺ സീഡ്സ് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു വാട്ടർമെലൺ സീഡ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ സെയിം കടായിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു നൂൽ പരുവോ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കയ്യിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തൊടുമ്പോഴത്തേക്കിന് ഒരു സ്റ്റിക്കി ഫോം ഫീൽ ചെയ്യും. ആ ഒരു ടെക്സ്ചർ ആയി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് പഞ്ചസാര പാനി ഇതുപോലെ അന്ന് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു ഞുള്ള് നമ്മുടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചതാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പൊടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നോക്കിക്കൊള്ളൂ, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വന്ന് ഒരു കട്ടയായിട്ട് തന്നെ ഇത് മിക്സ് ആയി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. കൈമേ വെച്ച് ലഡു തയ്യാറാക്കുമ്പോൾ കൈ ഒന്ന് പൊള്ളാണ്ടിരിക്കുന്ന അത്ര മാത്രം ഒന്ന് ചൂടാറിയാൽ മതി കേട്ടോ. ആ ഒരു ചൂട് മാറിയതിന് ശേഷം നമുക്ക് ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാം. ഏകദേശം ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലഡു ആക്കി ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു സ്പാച്ചില വെച്ച് തന്നെ നമുക്ക് ലൈറ്റായിട്ട് ഇത് നിങ്ങൾക്ക് കൈമേ ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ലഡു ഉരുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നെയ്യ് പുരട്ടാണ്ട് തന്നെ നമുക്ക് ഇത് ലഡു ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി നല്ല ടെക്സ്ചർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലഡു റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലഡുകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് എന്ത് ടേസ്റ്റിയും സൂപ്പറായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ലഡു തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ഫോമിലാണ് നമ്മൾ ഈ ഒരു ലഡു കടലപ്പരിപ്പ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി ബോൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.